ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് റെഡി ആവാം. ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. റെഡി നോക്കിയിട്ട് ഓക്കെ. ഹലോ ഗൈസ്, വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് എൻ്റെ ഈവനിങ് വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്ളോഗിൽ എനിക്ക് കോൺഫറൻസ് ഉണ്ട് ദ വെരി നെക്സ്റ്റ് ഡേ. അപ്പം അതിൻ്റെ ഒരുക്കങ്ങൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈവനിങ് വ്ളോഗ് ഇന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു വ്ളോഗ് എടുത്തത് ഞാൻ. അതായത് അതിൻ്റെ തൊട്ട് അടുത്ത ദിവസമാണ് എനിക്ക് കോൺഫറൻസിന് പോകാനുള്ളത്. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇത്. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് എക്കോ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സമയം 7 മണിയായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ബസ് സ്റ്റോപ്പിലിരിക്കുവാണ്. അപ്പം ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആദ്യമായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. നാട്ടിൽ നിന്നൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ്. അപ്പം 7:45 രജിസ്ട്രേഷൻ. അപ്പോൾ അതിന് മുന്നേ എത്തണം. ഞാനിപ്പോൾ എൻ്റെ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കുറച്ച് ലേറ്റ് ആയോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേഗം ഓടിയത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആക്ച്വലി ഈ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ചില കാരണങ്ങൾ കൊണ്ട് എനിക്കിത് ഇടാനും എഡിറ്റ് ചെയ്യാനും ഡിലേ ആയി പോയതാണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ വളരെ എന്താ പറയുക, കയ്യിലെണ്ണാവുന്നത്ര ഭയങ്കര കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാൻ ഇത്ര ലേറ്റ് എന്ന്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ അവർക്കൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ടായിരിക്കണമല്ലോ ചോദിക്കുന്നത്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാരും നമ്മളെ വീഡിയോസ് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ നമുക്കത് പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ചിലപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, ചിലപ്പം ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവും. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നേരത്തെ വീഡിയോൻ്റെ അവസാനമാകുമ്പോൾ ഇതൊക്കെ പറയണമെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷെ നമുക്കറിയില്ലല്ലോ, എല്ലാവരും നമ്മളെ വീഡിയോ അവസാനം വരെ കാണണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ആദ്യം തന്നെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാമെന്ന്. സോ ഇപ്പം നമ്മൾ ടീ ബ്രേക്ക് കഴിഞ്ഞു. ഇനി വീണ്ടും ഇപ്പോൾ കയറണം. അപ്പോൾ ബേസിക്കലി ഇതെന്താണെന്ന് വെച്ചാൽ എക്കോ കോൺഫറൻസ് ആണ്. ഞാൻ കാർഡിയാക് ടെക്നോളജിസ്റ്റ് ആയിട്ടാണ് ഇവിടെ സിംഗപ്പൂർ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫീൽഡിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ബേസിക് മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഈ ഫീൽഡിൽ വരുന്ന ചേഞ്ചസും എന്തെങ്കിലും പ്രസൻറ്റേഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ന്യൂ ഇൻട്രസ്റ്റിംഗ് കേസസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് പല കൺട്രീസിലുള്ള ഫാക്കൽറ്റീസോ അങ്ങനെ ആരെങ്കിലും വന്നിങ്ങനെ പ്രസൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ന്യൂ മെഷീൻസ് ഉണ്ടെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് നമുക്ക് ഈ കോൺഫറൻസിലൂടെ. അപ്പോൾ അത് ഞാൻ നാട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡേ 1 ആണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ 7:45 കേട്ടോ ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ രാവിലെ തന്നെ ഇത് തുടങ്ങി. ഇത് ഹോൾ ഡേ ആണ്, 2 ദിവസത്തെ പ്രോഗ്രാമാണ്. പക്ഷേ 2ാമത്തെ ദിവസം ഹാഫ് ഡേ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ഇതൊക്കെ തുടങ്ങി. ഫുഡും കാര്യങ്ങളും എല്ലാം ഇവരൊക്കെ സ്പോൺസർ ചെയ്യും. അപ്പം നമ്മുടെ ഓരോരോ സെക്ഷൻ കഴിഞ്ഞപാടും നമുക്ക് ടീ ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക് അങ്ങനെ ഓരോരോ ഇതുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ദിവസം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു, കുറേ പ്രസൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ആദ്യത്തെ ദിവസം അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഈശ്വര, ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങുന്നത്. ഇപ്പം സമയം 7:45 7:30 പറ്റും. ഏതെങ്കിലും ഫുഡ് കഴിച്ചു. എനിക്ക് ഫുഡ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴത്തെ ഫുഡ്. ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല, എടുത്തിട്ട്. പക്ഷേ അതിൽ ഫിഷ് എനിക്കൊരു ഹോപ്പും ഉണ്ടായിരുന്നില്ല ഫിഷ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. പക്ഷേ ഫിഷ് മാത്രമേ അതിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ എടുത്തതൊന്നും കഴിച്ചിട്ടുമില്ല, അങ്ങനെ തന്നെ കളഞ്ഞു ഞാൻ. അപ്പം ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നു. ഇനി നേരെ റൂമിൽ പോവും. എന്നിട്ട് ഞാൻ എത്തുമ്പോൾ തന്നെ ഇനിയിപ്പോൾ 9 മണിയാവും വീട്ടിലേക്ക്. അതിന് ശേഷം ഇനി കുളിച്ചിട്ട് കിടന്നിട്ട് നാളെ രാവിലെ വീണ്ടും
ഇവിടെ 7:45 8 മണിയാകുമ്പോൾ എത്തണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് കേട്ടോ കോൺഫറൻസിൻ്റെ. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റു, ഡ്രസ്സൊക്കെ ആയി ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയാണ് കേട്ടോ. പിന്നെ ഇന്നലെ എത്തിയത് 7:45 വന്നു. ഞാൻ വിചാരിച്ചു ലേറ്റ് ആവുന്നു, പക്ഷേ ലേറ്റ് ആയില്ല. കറക്റ്റ് ടൈമാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ 2 ആണ് കോൺഫറൻസിൻ്റെ. ഞാനിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനിപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. ഇന്നലെ 7:45 രജിസ്ട്രേഷൻ. ഇന്ന് 8 മണിക്കേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇന്ന് ഫുൾ ഡേ ഇല്ല കേട്ടോ, ഒന്ന് ഹാഫ് ഡേ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, കാരണം അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. പക്ഷെ എന്നാലും ഞാനൊന്ന് ഇന്നലെ വരുമ്പോൾ തന്നെ നല്ല ലേറ്റായി. അതുകൊണ്ട് ഞാൻ ഇന്നത്തേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഇനിയിപ്പം ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ കോൺഫറൻസിന് നമുക്ക് രജിസ്ട്രേഷൻ ഫീ ഉണ്ടായിരുന്നു കേട്ടോ. $50 ആണ് രജിസ്ട്രേഷൻ ഫീ. പക്ഷേ കുറച്ച് ആൾക്കാരെ അവർ സ്പോൺസർ ചെയ്തിട്ട് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്പോൺസർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന് പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ എനിക്കും കുറച്ച് ആൾക്കാർക്കൊക്കെ സ്പോൺസർഷിപ്പിലാണ് നമ്മൾ പിന്നെ ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്ലാസ്സൊക്കെ നമ്മൾ കുറേ കാലമായി നമ്മൾ ഇതെല്ലാം ഇപ്പം 2-3 വർഷത്തിൽ കൂടുതലായല്ലോ. പിന്നെ നമ്മളിപ്പോൾ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കേട്ടിട്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വന്നിട്ട് പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ആയില്ലേ നമ്മളിങ്ങനെ ക്ലാസ് കേട്ടിട്ടും. എനിക്കിപ്പോൾ ഡ്യൂട്ടീൻ്റെ ഇടയിൽ മന്ത്ലി വൺസ് ഡോക്ടേഴ്സ് എല്ലാം കൂടിയിട്ട് ഒരു ക്ലാസ് ഉണ്ടാവാറുണ്ട്, എക്കോട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരു ഡേ മൊത്തം നമ്മളിങ്ങനെ ഇരുന്നിട്ടൊന്നും നമ്മൾ കുറേ ആയില്ല ഇങ്ങനെ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അല്ലാതെ നോക്കുകയാണെങ്കിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടായിരുന്നു. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസസൊക്കെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് 3 പ്രൊഫസേഴ്സ് ആയിരുന്നു വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വിശേഷം. അങ്ങനെ കോൺഫറൻസ് കഴിഞ്ഞു, പിന്നെ ഞാൻ ഇറങ്ങി. അപ്പോൾ ഇത് ഇന്നത്തെയും കൂടിയിട്ട് കോൺഫറൻസിൻ്റെ ഒരു ചെറിയ വ്ളോഗായിരിക്കും. മഴ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങി. 2 ദിവസത്തെ കോൺഫറൻസ് ആയിരുന്നു. പിന്നെ ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി 8:30 വരെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇതെൻ്റെ ഒരു ചെറിയ വ്ളോഗായിരുന്നു. എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇനി ഇങ്ങനത്തെ തരം വീഡിയോസാണ് വേണ്ടതെന്നും കൂടി കമൻസിലൂടെ പറയാം. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.